അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുവെന്ന് പരിശുദ്ധമ്മ പറയുന്നു. താഴ്മ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെങ്കിലും കഴിവുകളെ കടാക്ഷിച്ചു എന്നല്ല. എനിക്ക് പ്രസംഗിക്കാൻ, പാട്ട് പാടാൻ, അല്ലെങ്കിൽ വാക്ചാതുര്യമുണ്ട്, അതിനെക്കുറിച്ചൊന്നല്ല കടാക്ഷിച്ചത്. താഴ്മ, താഴ്മയെക്കുറിച്ച്, എളിമപ്പെട്ടതിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ മുമ്പിലെ ഒരു കൃപയുണ്ടായത്. എനിക്ക് എളിമപ്പെടാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്തോ ആണെന്ന ചിന്തയാണ്. എന്തെങ്കിലും അധികാരം കിട്ടുമ്പോഴേക്കും, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും, പണം ഉണ്ടാകുമ്പോഴേക്കും എന്തോ ആണെന്നുള്ള ചിന്തയാണ്. അപ്പോഴേക്കും നമ്മൾ ഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് എളിമപ്പെടാൻ ആർക്കും മനസ്സുണ്ടാകാറില്ല. അപ്പോൾ ഓർക്കേണ്ടത്രയേ ഉള്ളൂ, ഈ എളിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു കഴിവാണെന്നും കൂടി മനസ്സിലാക്കുക. ദൈവസന്നിധിയിലെ, മനുഷ്യന്റെ സന്നിധിയിലെ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ദൈവസന്നിധിയിൽ ഏറ്റവും വലിയൊരു കഴിവാണ് എളിമപ്പെടുന്നത്. ദൈവസന്നിധിയിൽ ഏറ്റവും മറ്റുള്ളവരുടെ മുമ്പിൽ എളിമയോടുകൂടി പെരുമാറുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നാലും ദൈവം തന്നതാണെന്നുള്ള ചിന്തയോടുകൂടി ദൈവസന്നിധിയിൽ പെരുമാറുമ്പോൾ നമുക്കൊരു എളിമപ്പെടലാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളത്. വിശുദ്ധ പാതുരപ്പയ്യ പറയുന്നു, എളിമയില്ലാത്ത പ്രാർത്ഥനകൾ ചിറകുകളില്ലാത്ത പക്ഷി പോലെയാണ്. കാരണം അത് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് പറന്നെത്തുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ അഹങ്കരിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെയാണ്, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്, പ്രാർത്ഥനക്കാരിയാണെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ചിന്തയോടെ ദൈവസന്നിധി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ രക്ഷപ്പെടുമെന്ന ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. എളിമയുള്ള വ്യക്തിയാണോ ഞാൻ? എളിമപ്പെടുക. ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. ഒരു നിമിഷം മതി ഞാൻ ഒന്നുമല്ലാതായിത്തീരാൻ. എനിക്കും കുറേയേറെ പറ്റാത്ത കാര്യങ്ങളുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ താഴ്മയുണ്ടാകും. പരിശുദ്ധമ്മ നമ്മളോട് അതാണ് പറയുന്നത്, താഴ്മയുള്ളവരായിട്ട്